ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 4 റഞ്ജീസ് മാജിക് ബാറ്റ് എന്ന് പറയുന്ന ലെസണിലത്തെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, റീഡ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ മിസ്റ്റർ കുമാർ ആൻഡ് രഞ്ജി. അപ്പോൾ എന്താണ് മിസ്റ്റർ കുമാറും രഞ്ജിയും തമ്മിലുള്ള കോൺവേഴ്സേഷനാണ് തന്നിരിക്കുന്നത്. വാട്ട് യു നീഡഡ് വാസ് കോൺഫിഡൻസ്, നോട്ട് എ ബാറ്റ്, ആൻഡ് ബൈ ലിവിങ് ഇൻ ദ ബാറ്റ് യു ഗോട്ട് യുവർ കോൺഫിഡൻസ് ബാക്ക്. വാട്ട് കോൺഫിഡൻസ്? ആസ്ക്ഡ് രഞ്ജി. It was a new word for him. Confidence, said Mr. Kumar slowly. Confidence is knowing you are good and I can't be good without the bat. അപ്പോൾ എന്താണ് നമ്മുടെ കഥയിലെ ഒരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മിസ്റ്റർ കുമാറും രഞ്ജിയും തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷനാണ്. കോൺഫിഡൻസിനെ കുറിച്ച് പറയുന്ന ആ ഭാഗമാണ്. ഇനി നമുക്ക് നോക്കി നോക്കാം. ആസ് യു നോ, ഈച്ച് ഓഫ് യു ഹാവ് സർട്ടൻ ക്വാളിറ്റീസ് വിച്ച് മേക്ക് യു കോൺഫിഡൻറ്റ് ഇൻ യുവർ ആക്ടിവിറ്റീസ്. നമുക്ക് എല്ലാവർക്കും എന്താണ് നമ്മൾ കോൺഫിഡൻ്റ് ആണെന്ന് തോന്നിക്കുന്ന ഓരോരോ ക്വാളിറ്റീസ് ഉണ്ട്. ലൈക്ക് യുവർ ഫിംഗർ പ്രിൻറ്റ്സ്, ദേ മേ ബി യുണീക്ക് ടു യു. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് പോലെ തന്നെ എന്താണ് അത് ഓരോ മനുഷ്യന്മാർക്കും വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുക. ദീസ് ക്വാളിറ്റീസ് ടുഗെദർ വിത്ത് യുവർ എക്സ്പീരിയൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് എംപവേഴ്സ് യു ടു ഷൈൻ ഇൻ യുവർ ക്ലാസ് റൂം ആൻഡ് ഇൻ ദ വേൾഡ് ഔട്ട്സൈഡ്. അപ്പോൾ ഈ ക്വാളിറ്റീസൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് റൂമിലും അതുപോലെ പുറത്തുള്ള നമ്മുടെ വേൾഡിലും നമ്മളെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക. ഓക്കെ, യു മൈറ്റ് ഹാവ് സം ക്വാളിറ്റീസ് ഇൻ യു സച്ച് ആസ് എ സെൻസ് ഓഫ് ഹ്യൂമർ, ക്രിയേറ്റിവിറ്റി, എംപതി എക്സെട്ര. അപ്പോൾ എന്താണ് ക്വാളിറ്റീസിൽ പറ്റ കുറച്ച് ക്വാളിറ്റീസാണ് എന്തൊക്കെ? ഹ്യൂമർ, അതുപോലെ ക്രിയേറ്റിവിറ്റി, എംപതി ഒക്കെ. തിങ്ക് അബൌട്ട് എ ഫ്യൂ മോർ ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് യു യുണീക്ക്, റൈറ്റ് ദം ഡൗൺ. ഇനിയും ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ക്വാളിറ്റീസൊക്കെ താഴെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ക്വാളിറ്റീസ് നമുക്ക് എന്തൊക്കെ എഴുതാം? ഹോണസ്റ്റി, ഹ്യൂമർ സെൻസ്, റെസ്പോൺസിബിലിറ്റി, ക്രിയേറ്റിവിറ്റി, റെസ്പെക്റ്റ്, സെൽഫ് അവയർനെസ്, കറേജ്, ഇമോഷണൽ കൺട്രോൾ, അഡാപ്റ്റബിലിറ്റി, കൈൻഡ്നെസ്, പേഷ്യൻസ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് യുണീക്കായിട്ടുള്ള ക്വാളിറ്റീസ്, ഓരോരുത്തരുടെയും ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 2. Activity 2, the match ended in a draw, but Ranji 75 was the talk of the school. അപ്പോൾ എന്താണ് ഈ മാച്ച് എന്ന് പറയുന്നത്? സമനിലയിലാണ് നിന്നത്. പക്ഷേ രഞ്ജിയുടെ 75 എന്താ സ്കൂളിലൊരു വർത്താനായി. രഞ്ജീസ് പെർഫോമൻസ് ഈസ് നൗ വൈറൽ ഓൺ സോഷ്യൽ മീഡിയ. ഇപ്പോൾ എന്താണ് രഞ്ജിയുടെ പെർഫോമൻസ് സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലാണ്. ഹിയർ ഈസ് എ കമൻറ്റ് ഗിവൻ ബൈ ഹിസ് ഫ്രണ്ട് നിഹാൽ. അപ്പോൾ നിഹാൽ എഴുതിയിട്ടുള്ളൊരു കമൻ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. Bravo Ranji, you played amazingly and everyone loved it, and now everyone is talking about it. അപ്പോൾ എന്താണ്, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. യുവർ സ്റ്റാർ രഞ്ജി, നീ ശരിക്കും ഒരു സ്റ്റാർ ആണ്. കീപ് ഗോയിങ്, കുഡോസ് ടു യു ഫോർ പ്ലേയിങ് സോ വെൽ. ദ ടീം ഈസ് ലക്കി ടു ഹാവ് എ സ്റ്റാർ ലൈക്ക് യു. യാ ഓസം. അപ്പോൾ എന്താണ്, നിന്നെ പോലെയുള്ള ഒരാളെ കിട്ടിയത് നിൻ്റെ ടീമിൻ്റെ തന്നെ ഭാഗ്യമാണ്, ലക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യു ആർ ഓസം എന്നൊക്കെയാണ് കമൻറ്റിൽ പറയുന്നത്. A crisp comment like this plays a significant role on various occasions in life due to its ability to convey ideas and emotions precisely. ഇനി അതിലെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാൻ യു മേക്ക് സം ക്രിസ്പ് കമൻറ്റ് ഓൺ രഞ്ജീസ് വണ്ടർഫുൾ പെർഫോമൻസ്. അപ്പോൾ എന്താണ് ഒരു ക്രിസ്പ് കമൻറ്റ് രഞ്ജിയുടെ വണ്ടർഫുൾ പെർഫോമൻസിന് ഇതായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? നമുക്ക് നോക്കി നോക്കാം. Well done, Ranji, your exceptional skills and strategy paid off. You dominated the game with confidence and excellence. Outstanding performance. You are a true cricket powerhouse. Fantastic game, Ranji. You led your team to victory. Keep shining. അപ്പോൾ നമുക്ക് എന്താണ്, അപ്പോൾ നമുക്ക് കമൻറ്റ് ഇങ്ങനെ തന്നെ കൊടുക്കണം എന്നില്ല, ഏത് രീതിയിൽ നമുക്ക് കമൻറ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. ഇമാജിൻ യുവർ ഫ്രണ്ട് ഹാസ് ബീൻ സെലക്റ്റഡ് ആസ് എ ബെസ്റ്റ് ആക്ട്രസ് ഇൻ ദ ഇന്റർ സ്കൂൾ ഡ്രാമ കോൺടെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെ എന്താണ് ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ കൺഗ്രാജുലേറ്റ് ഹർ യൂസിങ് ക്രിസ്പ് കമൻറ്റ്. ഈ പറഞ്ഞ പോലെ ക്രിസ്പ് കമൻറ്റ് വെച്ചിട്ട് അതിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കൺഗ്രാജുലേഷൻ ഓൺ യുവർ ഇൻക്രെഡിബിൾ ടാലൻറ്റ്, ഡെഡിക്കേഷൻ ആൻഡ് പാഷൻ ഫോർ ആക്ടിങ് ട്രൂലി
shone through. Your hard work and commitment paid off, and this achievement is a marking of your exceptional skills. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അയാളുടെ സ്കില്ലിനെ പറ്റി പറഞ്ഞുകൊണ്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്രിസ്പ് കമൻറ്റ് എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3. Read the sentences taken from the story. നമ്മുടെ സ്റ്റോറിയിലുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് കൊടുത്തിട്ടുള്ളത്. His team had great faith in him, for he had scored a lot of runs in many of its matches. On his way home, he bought a dozen laddus, 6 for his neighbors Koki and 6 for Mr. Kumar. What do you observe about Renji's character from these sentences? അപ്പോൾ എങ്ങനെയാണ് to analyze the character of Renji? Further, go through the following questions. നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പോയി നോക്കാം. How does Renji behave in public? What is his general attitude? How does he carry out his duties? How does he distinguish himself? Then അതിലത്തെ A question, write the character sketch of Renji using the following hints. താഴെ തന്നിരിക്കുന്ന ഹിൻസ് യൂസ് ചെയ്തിട്ട് രഞ്ജിയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും അതിനെക്കുറിച്ചിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എ ക്യാരക്ടർ സ്കെച്ച് ഇസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പേഴ്സൺ. ഒരു പേഴ്സൻ്റെ ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. ഇറ്റ് ടെൽസ് us about all about a character in a story, such as what they look like, how they act and what makes them special. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് അവരെ കാണുക, എങ്ങനെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും, അതുപോലെ എങ്ങനെയാണ് അവരുടെ സ്വഭാവം, എന്താണ് അവരെ സ്പെഷ്യൽ ആക്കുന്നത്, അപ്പോൾ അതൊക്കെ ഈ ക്യാരക്ടർ സ്കെച്ചിൽ ഉണ്ടായിരിക്കും. ഇനി രഞ്ജിയുടെ നമുക്കൊരു പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കാം. ഹാർഡ് വർക്കിംഗ്, ambitious, ready to face challenges, humble and modest, likes to make friends, loves playing cricket. Renji loves playing cricket. അപ്പോൾ ബാക്കി നമുക്ക് എഴുതണം. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. Renji is a hard-working and ambitious boy. He loves playing cricket. അപ്പോൾ രഞ്ജി എന്ന് പറയുന്നത് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന, ഒരുപാട് അംബീഷൻസ് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അവനെന്താണ്, ക്രിക്കറ്റ് കളിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. He is humble and hardworking, who is ready to face challenges with positive attitude. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ ഫേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. രഞ്ജി എൻജോയ്സ് മേക്കിംഗ് ഫ്രണ്ട്സ് ആൻഡ് ക്യാരീസ് ഔട്ട് ഹിസ് ഡ്യൂട്ടീസ് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ. അപ്പോൾ എന്താണ്, രഞ്ജിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാകാനൊക്കെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എല്ലാ ഡ്യൂട്ടീസും ഒക്കെ നന്നായിട്ട് ചെയ്യും. ഹിസ് പാഷൻ ഫോർ ദ സ്പോർട്സ് ആൻഡ് ഡിറ്റർമിനേഷൻ ടു ഇംപ്രൂവ് ഹിംസെൽഫ് ഡിസ്റ്റിംഗ്വിഷ് ഹിം ആസ് എ പ്രോമിസിങ് പ്ലെയർ. അപ്പോൾ എന്താണ്, ഈ സ്പോർട്സിൽ ക്രിക്കറ്റിനോടുള്ള ആ പാഷനും ഡിറ്റർമിനേഷനും ഒക്കെ രഞ്ജിനെ എന്താക്കി, ഒരു പ്രോമിസിങ് പ്ലെയർ ആക്കി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്തതിലെ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ഓഫ് മിസ്റ്റർ കുമാർ? മിസ്റ്റർ കുമാറിനെ പറ്റി നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? പിക്ക് ഔട്ട് മിസ്റ്റർ കുമാർസ് ക്വാളിറ്റീസ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. ക്യാൻ യു പ്രിപ്പയർ എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ കുമാർ? അപ്പോൾ എന്ത് ചെയ്യണം, മിസ്റ്റർ കുമാറിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കണം. അപ്പോൾ നമുക്കത് തയ്യാറാക്കി നോക്കാം. മിസ്റ്റർ കുമാർ ഈസ് എ ഫ്രണ്ട്ലി ആൻഡ് എൻ എൻകറേജിങ് പേഴ്സൺ. അപ്പോൾ മിസ്റ്റർ കുമാർ എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ആയിട്ടുള്ള, നന്നായി എൻകറേജ് ചെയ്യുന്ന ഒരാളാണ്. ഹി മോട്ടിവേറ്റ്സ് രഞ്ജി ആൻഡ് ബിൽഡിങ് ഹിസ് കോൺഫിഡൻസ്, ടീച്ച് ഹിം ദ വാല്യൂ ഓഫ് സ്പോർട്സ്മാൻഷിപ്പ്. എന്താണ്, അദ്ദേഹം എന്ത് ചെയ്യുന്നു, രഞ്ജിരയിൽ എന്താണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, അതുപോലെ തന്നെ സ്പോർട്സ്മാൻഷിപ്പിൻ്റെ വാല്യൂസൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഹി ഹാസ് എ ഹെൽപ്ഫുൾ മൈൻഡ് സെറ്റ്. അപ്പോൾ എന്താണ്, മിസ്റ്റർ കുമാറിന് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണ ഒരു മൈൻഡ് സെറ്റാണ് ഉള്ളത്. മിസ്റ്റർ കുമാർ മേക്ക് രഞ്ജി ഫീൽ കംഫർട്ടബിൾ, ഗൈഡിങ് ഹിം പേഷ്യൻ്റ്ലി. എന്താണ്, കംഫർട്ടബിൾ ആയിട്ട് രഞ്ജിനെ ഫീൽ ചെയ്യിപ്പിക്കുകയും അതുപോലെ പേഷ്യൻ്റായിട്ട്, അതായത് ക്ഷമയോടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഹിസ് ഗിഫ്റ്റ് ഓഫ് ദ മാജിക്കൽ ബാറ്റ് ഷോസ് ഹിസ് ജെന്യൂൻ ഡിസയർ ടു ഹെൽപ്പ്. അപ്പോൾ എന്താണ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഡിസയറാണ് നമുക്ക് എന്തിലൂടെ മനസ്സിലാവുന്നത്? മിസ്റ്റർ കുമാർ രഞ്ജിക്ക് അദ്ദേഹത്തിൻ്റെ ഗിഫ്റ്റായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാജിക്കൽ ബാറ്റ് കൊടുത്തതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
The school sports club has decided to felicitate Renji on his achievements in cricket. Consider the following points while you prepare the felicitation. അപ്പോൾ എന്താണ് ഒരു ഫെലിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? എ ഫെലിസിറ്റേഷൻ സ്പീച്ച് ഈസ് ഡെലിവേർഡ് ഇൻ റെക്കഗ്നിഷൻ ഓഫ് എ പേഴ്സൺസ് അച്ചീവ്മെൻറ്റ്സ്. ഒരു പേഴ്സൻ്റെ അച്ചീവ്മെൻറ്റിന് കാര്യങ്ങളിലൊക്കെ പറയുന്ന ഒരു സ്പീച്ചിനെയാണ് നമ്മൾ ഫെലിസിറ്റേഷൻ എന്ന് പറയുക, ഫെലിസിറ്റേഷൻ സ്പീച്ച്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് നമ്മൾ മനസ്സിലുണ്ടാവേണ്ടത്. എ ഫ്രണ്ട്ലി ഗ്രീറ്റിംഗ് ടു ബിഗിൻ വിത്ത്. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗ്രീറ്റിംഗ് വേണം. കോണ്ടെക്സ്റ്റ് ഓഫ് ദ സ്പീച്ചിനൊരു കോണ്ടെക്സ്റ്റ് വേണം. അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ ഗെയിൻഡ്. അപ്പോൾ അദ്ദേഹം നേടിയ ആരെ പറ്റിയിട്ടാണോ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം നേടിയ അച്ചീവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയണം. പിന്നെ ഈ സ്പീച്ചിനൊരു കൺക്ലൂഷനൊക്കെ വേണം. അപ്പോൾ ഇതൊക്കെ വേണം നമ്മളൊരു ഫെലിസിറ്റേഷൻ സ്പീച്ച് തയ്യാറാക്കുമ്പോൾ. അപ്പോൾ നമുക്കത് തയ്യാറാക്കി നോക്കാം. Complete the following speech and deliver it in the class. അപ്പോൾ എന്താണ് സ്പീച്ചിൻ്റെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ ഫില്ല് ചെയ്താൽ മതി. ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം തന്നെ ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങുകയാണ്. It is with immense pride and joy that we have gathered here to celebrate the remarkable achievement of our own dear Renji on behalf of our school. I would like to congratulate you on this occasion. Your achievements have inspired us all to work harder and reach heights just as you have done with your dedication and hard work. അപ്പോൾ എന്താണ് ആദ്യം റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങുകയാണ്, എന്നിട്ട് പറയുകയാണ് എന്താണ് റിമാർക്കബിൾ അതായത് രഞ്ജിയുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. നിൻ്റെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഒക്കെ കാരണമാണ് നിനക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ആൻഡ് ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ് ദ ലെസൺ യു ഹാവ് ടോട്ട് അസ് ടുഡേ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ബാറ്റ്, ഇറ്റ്സ് അബൌട്ട് ദ മാജിക് വിത്തിൻ ദ ബാറ്റ്സ്മാൻ ദാറ്റ് മേക്സ് എവറി വിക്ടറി പോസിബിൾ. യുവർ സ്പോർട്സ്മാൻship and team spirit are values should all strive to learn. Renji, we wish you to make more success in. Congratulations once again Renji. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ ഫെലിസിറ്റേഷൻ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 5, here is an excerpt from a running commentary of test cricket match between ഇംഗ്ലണ്ട് ആൻഡ് ഓസ്ട്രേലിയ. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെയും ഓസ്ട്രേലിയയുടെയും എന്താണ് ഒരു റണ്ണിങ് കമൻട്രിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കളിക്കുമ്പോൾ ഒരാൾ കമൻട്രി പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, അപ്പോൾ ആ കമൻട്രിയാണ് വായിച്ചു നോക്കാം. വെൽക്കം ബാക്ക് ടു ദ ഫൈനൽ മാച്ച് ഓഫ് ദിസ് ഹിസ്റ്ററി മേക്കിംഗ് ആഷസ് സീരീസ്. ഇറ്റ്സ് ബീൻ ആൻ ആബ്സല്യൂട്ട്ലി enthralling match between England and our Aussies. It's been the new player John Smithy Smith that has been the absolute standard of the day. 150 not out and still going strong. It's two test matches each for England and Australia. Jane and Maria are giving a commentary of the cricket match between Town Model School and Delhi School. Can you help them to complete it? അപ്പോൾ എന്താണ് അപ്പോൾ ഈ കമൻട്രി ഒന്ന് കൂട്ടുകാർ നോക്കുക. അപ്പോൾ എന്താണ് ജെയിനും മായും കൂടിയിട്ട് എന്താണ് സ്കൂളിലത്തെ ടൗൺ മോഡൽ സ്കൂളും അതുപോലെ ഡൽഹി സ്കൂളും തമ്മിലുള്ള മാച്ചിന് കമൻട്രി പറയുകയാണ്. അപ്പോൾ അവരെ ഒന്ന് സഹായിക്കാമോ എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കി നോക്കാം നമുക്ക്. കമൻറ്റർ 1, we are live at the bustling cricket ground where the much-awaited annual cricket match between Town Model School and Delhi School is about to begin. The atmosphere here is electric with supporters from both schools creating a vibrant and colorful sense. It's sure to be an exciting show. അപ്പോൾ നമ്മൾ ആരുടെയാണ് ജെയിൻ്റെ കമൻട്രിയാണ് പറഞ്ഞത്. ഇനി നമ്മൾ എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു റിപ്ലൈ പോലെ കമൻറ്റർ 2 ആയിട്ടുള്ള മായ കമൻട്രി പറയാണ്. അപ്പോൾ ആബ്സല്യൂട്ട്ലി ജെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ ഫിൽ ചെയ്യണം. അപ്പോൾ നമുക്കത് ഫിൽ ചെയ്ത് നോക്കാം. Absolutely, Jane. The team look confident and both sides have been practicing hard for the vibrant day. The players are taking their position now and opening batsman school are walking onto the field. The crowd is cheering them. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കമൻറ്റർ അതായത് ജെയിൻ്റെ നമുക്ക് എന്ത് ചെയ്ത് യെസ് മായ and the opening bowler from Delhi school is preparing to deliver the first ball of the match. You can feel the energy from the gallery. Let's see how this fly off
power unfolds? Will Town Model School get for the flying star, or will Delhi school make an early breakthrough? അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ ഫസ്റ്റ് കമൻട്രിയുടെ ഒരു റിപ്ലൈ പോലെ സെക്കൻഡ് കമൻട്രി റിപ്ലൈ പോലെ തേർഡ് കമൻട്രി അങ്ങനെ വേണം. കമൻട്രി ശ്രദ്ധിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കമൻട്രി പ്രിപ്പയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 6, imagine you have the opportunity to interview some local sport personalities. What questions would you ask them about their journeys, challenges, etc. for aspiring athletes? Write down at least 5 questions you would ask in the interview. Share with your friends the questions you have prepared. അപ്പോൾ എന്താണ്, അപ്പോൾ നിങ്ങളൊരു ലോക്കൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള പേഴ്സണാലിറ്റീസിനെ കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവരോട് ചോദിക്കുക? ഒരു നല്ലൊരു അത്ലറ്റ്, ഫോർ ആസ്പയറിങ് അത്ലറ്റ്, നല്ലൊരു അത്ലറ്റ് ആവാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുക, അങ്ങനത്തെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അവരോട് ചോദിക്കുക എന്ന് വെച്ചാൽ അതെഴുതുക. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വാട്ട് മോട്ടിവേറ്റഡ് യു ടു ബിക്കം എ സ്പോർട്സ് പേഴ്സൺ? ഒരു സ്പോർട്സ് പേഴ്സൺ ആവാൻ വേണ്ടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തത് എന്താണ്? പിന്നെ നമുക്ക് എന്ത് ചോദിക്കാൻ പറ്റും? ഹൗ ഡു യു ബാലൻസ് യുവർ സ്പോർട്സ് ലൈഫ് വിത്ത് ഫാമിലി ആൻഡ് അതർ റെസ്പോൺസിബിലിറ്റീസ്? അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ഈ സ്പോർട്സ് ലൈഫ് ഫാമിലിയുടെയും ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റിയുടെയും ഇടയിൽ ബാലൻസ് ചെയ്യുന്നത്? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. What advice would you give to young aspiring athletes in our local community? അപ്പോൾ യങ് ആയിട്ടുള്ള ഇങ്ങനെ അത്ലറ്റ് ആവാൻ താല്പര്യപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ്, എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. ഇനി എന്താ, ക്യാൻ യു ഷെയർ എ പെർട്ടിക്കുലർലി ചാലഞ്ചിങ് എക്സ്പീരിയൻസ് ആൻഡ് ഹൗ യു ഓവർകം ഇറ്റ്? അപ്പോൾ എന്താ, നിങ്ങളിതിൽ ഫേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചാലഞ്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഓവർകം ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കാം. ഹൗ യു ടേക്ക് ട്രെയിനിങ്, എങ്ങനെയാണ് നിങ്ങൾ ട്രെയിൻ ചെയ്തതെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും 5 മാത്രം ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. മിസ്റ്റർ കുമാർ ലൈക്ക്ഡ് എൻകറേജിങ് യങ് പ്ലെയേഴ്സ് ആൻഡ് ഹി തോട്ട് റെഞ്ചി വുഡ് മേക്ക് എ ഗുഡ് ക്രിക്കറ്റർ. അപ്പോൾ മിസ്റ്റർ കുമാറിന് എന്താണ്, ഈ യങ് പ്ലെയേഴ്സിനെ എൻകറേജ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ലൊരു ക്രിക്കറ്ററാണ് രഞ്ജി എന്നാണ് കുമാർ വിചാരിച്ചിരുന്നത്. Here are some instructions Mr. Kumar might have given രഞ്ജിക്ക് കൊടുത്തിട്ടുള്ള, മിസ്റ്റർ കുമാർ കൊടുത്തിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് താഴെ തന്നിരിക്കുന്നത്. കീപ് ദിസ് ബാറ്റ് ആൻഡ് വാച്ച് യുവർ ഫീറ്റ് വെൻ യു ഫേസ് ഫാസ്റ്റ് ബൗളേഴ്സ്. അപ്പോൾ എന്താണ്, ഈ ബാറ്റ് നീ സൂക്ഷിക്കുക. അപ്പോൾ നിനക്ക് മനസ്സിലാവും നിൻ്റെ ഫീറ്റ് എങ്ങനെയാണ് പോകുന്നത്, ഫാസ്റ്റ് ബോൾ വരുമ്പോൾ നിൻ്റെ ഫീറ്റ് എങ്ങനെ പോകുന്നത് നോക്കുക പറഞ്ഞ്. ഇനി അടുത്തത് എന്താ, പ്രാക്ടീസ് ഡ്രൈവ്സ് ആൻഡ് കട്ട്സ് ഫോർ ആൻ അവർ എവറി ഡേ. ഒരു അവറിൽ എന്ത് ചെയ്യണം, ഒരു ദിവസം 1 മണിക്കൂർ എന്ത് ചെയ്യണം, ഈ ഡൈവ്സും കട്ട്സൊക്കെ പ്രാക്ടീസ് ചെയ്യണം. വർക്ക് ഓൺ യുവർ ടൈമിംഗ് വെൻ പ്ലേയിങ് ഷോട്ട്സ്. അപ്പോൾ എന്താണ്, ഷോട്ട്സ് കളിക്കുമ്പോൾ ടൈമിംഗ് നോക്കണം. അതുപോലെ ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് കറക്റ്റ് ദം. മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കണം, മാത്രമല്ല അതൊക്കെ കറക്റ്റ് ചെയ്യും വേണം. ഡോണ്ട് റൺ ടു ഫാസ്റ്റ് വെൻ യു ആർ ബൗൾ ചെയ്യുമ്പോൾ നന്നായി ഫാസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്യരുത്. സ്റ്റേ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻറ്റ് ഓൺ ദ ഫീൽഡിൽ എന്താണ്, സ്ട്രോങ് ആയി കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് രഞ്ജിക്ക് കുമാർ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. അതിൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, റീഡ് ദ ഇൻസ്ട്രക്ഷൻ ഗിവൻ യൂസിങ് ദ വേർഡ് കീപ്പ് വെച്ചിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. കീപ് ഡോർ ക്ലോസ്ഡ്, കീപ് യുവർ ഹാൻഡ്സ് ക്ലീൻ, കീപ് ഡിസ്റ്റൻസ് ഫ്രം വൈൽഡ് ആനിമൽസ്. ക്യാൻ യു ഗീവ് മോർ എക്സാമ്പിൾസ്? അപ്പോൾ ഇങ്ങനെ കീപ്പ് വെച്ചിട്ടുള്ള മോർ എക്സാമ്പിൾസ് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എഴുതാം, കീപ് മൂവിങ് ഫോർവേഡ്, കീപ് ട്രൈയിങ് യുവർ ബെസ്റ്റ്, കീപ് കാം. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ്. ലെറ്റ് us മേക്ക് സം സെൻറ്റൻസസ് യൂസിങ് ഡോണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ ഡോൺ വേസ്റ്റ് ഫുഡാണ്. അപ്പോൾ രണ്ടാമത്തെ എന്താ, ഫ്ലവർ പറിക്കരുത്. അപ്പോൾ അതെന്താ, ഡോൺ പ്ലഗ് ഫ്ലവേഴ്സ്. മൂന്നാമത്തെ എന്താ, വേസ്റ്റ് ഇടരുത്, ഡോൺ ഡംപ് വേസ്റ്റ്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത് എന്നാണ്. അപ്പോൾ ഡോൺ യൂസ് മൊബൈൽ ഫോൺ, സംസാരിക്കാൻ പാടില്ല, ഡോൺ ടോക്ക്. ദെൻ ലാസ്റ്റ് വൺ എന്താ, വാട്ടർ കളയാൻ പാടില്ല, ഡോൺ വേസ്റ്റ് വാട്ടർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. Frame some instructions using avoid, remember,
ചെക്ക്, എൻഷുർ, ലിസൺ ആൻഡ് ഫോളോ. അപ്പോൾ എന്താണ് ഈ അവോയ്ഡ്, റിമെമ്പർ, ചെക്ക്, എൻഷുർ, ലിസൺ ആൻഡ് ഫോളോ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഫ്രെയിം ചെയ്യുക. ഒരു എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. അവോയ്ഡ് യൂസിങ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? അവോയ്ഡ് യൂസിങ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് നിയർ വാട്ടർ. എന്താണ് വാട്ടറിൻ്റെ അവിടെയായിട്ട് ഇലക്ട്രിക് അപ്ലയൻസസ് യൂസ് ചെയ്യരുത്. അവോയ്ഡ് ക്രോസിങ് ദ റോഡ് വെൻ ദ ട്രാഫിക് ലൈറ്റ് റെഡ് ട്രാഫിക് ലൈറ്റ് ആകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യരുത്. റിമെമ്പർ ടു സെറ്റ് യുവർ അലാറാം. എന്താണ് നിങ്ങളുടെ അലാറാം സെറ്റ് ചെയ്യാൻ നിങ്ങൾ റിമെമ്പർ ചെയ്യണം, ഓർക്കണം. റിമെമ്പർ ടു ടേൺ ഓഫ് ദ സ്റ്റവ് ആഫ്റ്റർ കുക്കിംഗ്. പാചകം ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാൻ റിമെമ്പർ ചെയ്യണം. ചെക്ക് യുവർ സേവിങ്സ് മന്ത്ലി. എന്താണ് ഓരോ മാസവും നിങ്ങളുടെ സേവിങ്സ് നോക്കണം. ചെക്ക് ദ എക്സ്പിറേഷൻ ഡേറ്റ് ഓൺ ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസിലെ എക്സ്പിറേഷൻ ഡേറ്റ് നോക്കണം. എൻഷുർ യു ഹാവ് ഓൾ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ഫോർ ദ മീറ്റിംഗ്. എൻഷുർ യുവർ സീറ്റ് ബെൽറ്റ് ഈസ് ഫാസ്റ്റൻഡ്. ലിസൺ ആൻഡ് ടേക്ക് നോട്ട്സ്. ലിസൺ ഫോർ അനൗൺസ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവോയ്ഡും റിമെമ്പറും ചെക്കും എൻഷുറും ലിസണും ഒക്കെ യൂസ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്തത് എന്താ? യുവർ സ്കൂൾ ഈസ് ഹോസ്റ്റിംഗ് എ ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ മാച്ച് നെക്സ്റ്റ് മന്ത് നമ്മുടെ സ്കൂൾ ഒരു ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ മാച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഇമാജിൻ യു ആർ ദ ഓർഗനൈസർ ഓഫ് ദ ഇവൻറ്റ്. അപ്പോൾ ആ ഇവൻറ്റിലെ ഓർഗനൈസർ നിങ്ങളാണെന്ന് ഇമാജിൻ ചെയ്യുക. ക്യാൻ യു റൈറ്റ് സം സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഫോർ ദ പാർട്ടിസിപ്പേറ്റിംഗ് പീപ്പിൾ ആൻഡ് ദ വോളണ്ടിയേഴ്സ്? അപ്പോൾ എന്താണ്, അപ്പോൾ അതിനുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ബിഫോർ ദ ഡേ മാച്ച് ഓഫ്. അപ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. സബ്മിറ്റ് യുവർ രജിസ്റ്റർ ഫോം ഇൻ ടൈം. എന്താണ് സമയത്ത് എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം. പേ ദ രജിസ്ട്രേഷൻ ഫീ. എന്താണ് രജിസ്ട്രേഷൻ ഫീ അടക്കണം. അപ്പോൾ ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം ഫോളോ ദ പ്രാക്ടീസ് ഷെഡ്യൂൾ ആൻഡ് അറൈവ് ഓൺ ടൈം. എന്താണ് പ്രാക്ടീസ് ഷെഡ്യൂൾ ഫോളോ ചെയ്യുക, സമയത്ത് വരിക. റിമെമ്പർ ടു ബ്രിങ് യൂണിഫോംസ്, ബൂട്ട്സ് ആൻഡ് വാട്ടർ ബോട്ടിൽ. എന്ത് ചെയ്യണം? യൂണിഫോമും ബൂട്ട്സും വാട്ടർ ബോട്ടിലും ഒക്കെ കൊണ്ടുവരാൻ റിമെമ്പർ ചെയ്യണം. എൻഷുർ ഓൾ പ്ലെയേഴ്സ് ആർ ഹെൽത്തി. എല്ലാവരും ഹെൽത്തി ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഓൺ ദ ഡേ ഓഫ് ദ മാച്ചിൻ്റെ അന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്? അറൈവ് ഇൻ ടൈം, സമയത്ത് എത്തുക. ഫോളോ ദ സേഫ്റ്റി ഗൈഡൻസ് പ്രൊവൈഡഡ് ബൈ ദ സ്കൂൾ തന്നിട്ടുള്ള സേഫ്റ്റി ഗൈഡൻസ് ഫോളോ ചെയ്യുക. അവോയ്ഡ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റെസ്പെക്ട് ഫെയർ പ്ലെയർ. എന്താണ് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നന്നായി കളിക്കുന്നവരെ റെസ്പെക്റ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് എൻഷുവേഴ്സ് പ്ലെയേഴ്സ് വിയർ ദ കറക്റ്റ് അറ്റയർ. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ എന്ന് എൻഷുവർ ചെയ്യുക. കീപ് ദ ഏരിയ ക്ലീൻ ആൻഡ് നീറ്റ്. ഏരിയ എന്ത് ചെയ്യണം? നന്നായി വൃത്തിയായി നീറ്റായി സൂക്ഷിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 8. Read the following sentences from the story Renji's Magic Bat. Renji's Magic Bat'il എന്താണ് കുറച്ച് സെൻറ്റൻസസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. I'll lend it to you for the rest of the cricket season. You won't fail with it. Just take care of yourself. അപ്പോൾ ആ ബാറ്റ് കൊടുക്കുന്ന ആ ഡയലോഗാണ് ഞാനത് നിനക്ക് എന്താണ് കുറച്ച് കാലത്തിൽ ലെൻറ്റ് തരാം. അപ്പോൾ നീ എന്ത് ചെയ്യണം? അപ്പോൾ നീ ഫെയിലാവില്ല, നീ നിൻ്റെ കാര്യം നോക്കുന്നൊക്കെ ആരാണ് മിസ്റ്റർ കുമാർ രഞ്ജിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ദ വേർഡ് ടേക്ക് ഈസ് ഓൾസോ യൂസ്ഡ് വിത്ത് അതർ വേർഡ് ഇൻ എ സിമിലർ വേ സച്ച് എ ടേക്ക് എ ചാൻസ് ആൻഡ് ടേക്ക് എ ബ്രേക്ക്. Some words often go together. Example, heavy rain. Such combinations are called collocations. അപ്പോൾ എന്താണ് കൊലോക്കേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ വേർഡ് ആയിട്ടുള്ള ടേക്ക് എന്താണ്? ഈസ് ഓൾസോ യൂസ്ഡ് വിത്ത് അതർ വേർഡ്സ്. എന്താണ് വേറെ വേർഡ്സിൻ്റെ കൂടെയും ഇതേപോലെ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ എക്സാമ്പിളാണ് ടേക്ക് എ ചാൻസ്, ടേക്ക് എ ബ്രേക്ക്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്.
ചില വേർഡ്സ് ഇങ്ങനെ ഒരുമിച്ചിട്ടും പറയും ഹെവി റെയിൻ എന്നൊക്കെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൊലോക്കേഷൻ എന്ന് പറയുന്നത്. വേർഡ്സ് ലൈക്ക് സ്ട്രോങ് ഓർ ഹാർഡ് ആർ നോട്ട് യൂഷ്വലി യൂസ്ഡ് വിത്ത് റെയിൻ. അപ്പോൾ എന്താണ് സ്ട്രോങ്ങും ഹാർഡും ഒന്നും എന്ത് ചെയ്യില്ല, ഈ റെയിൻ്റെ കൂടെ സാധാരണ ഉപയോഗിക്കില്ല. നമ്മൾ ഹെവി റെയിൻ ഒക്കെയാണ് ഉപയോഗിക്കുക. ഓക്കെ, take mark in the relevant column against the words which can be used with take. ടേക്കിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സിനെ നേരെ എന്ത് ചെയ്യണം, ടിക്ക് കൊടുക്കുക. അപ്പോൾ ഏതാ ടേക്ക് സീറ്റ്, ടേക്ക് ലുക്ക്, ടേക്ക് റിസ്ക്, ടേക്ക് ചാൻസ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും ടേക്ക് ഹാപ്പിനെസ്, ടേക്ക് നോയ്സ്, ടേക്ക് ഈവനിങ് എന്നൊന്നും പറയില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. Now complete the story using have, do and make to form suitable collocations. നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. Now complete the story using have, do and make to form suitable collocation. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് ഡൂയും മേക്കും ഹാവും യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. Once upon a time in a peaceful little town, there lived a young girl named Shruti. She liked painting and was known for her promptness. Every day after school, she would do her homework before her parents came home after work. She even helped her mother to do laundry on Sundays. One sunny morning, Shruti woke up excited. She wanted to make her bed neatly after getting up. She was determined to keep her room neatly and tidy and couldn't wait to start painting. After school that day, Shruti returned home and decided to make a call to her art teacher for some guidance. All her teachers had hopes for Shruti's career. In the evening, Shruti liked to have a cup of tea with her family. One day, Shruti's parents told her that they were going to have a big party to celebrate her achievements in painting. She felt grateful to her loving parents and their unwavering support. Okay, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് us meet some more words and find out who loves to hang out with get, keep, come and go. Fill in the blanks with their special companions. Get, keep, come, go വെച്ചിട്ട് അതിൻ്റെ കമ്പാനിയൻ എഴുതുക. അപ്പോൾ ഗെറ്റ് ആംഗ്രി, കീപ് പ്രോമിസ്, കം ടു ആൻ അഗ്രിമെൻറ്റ്, ഗോ ഓൺലൈൻ ഒക്കെ അവർ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം ഗെറ്റ് റെഡി, ഗെറ്റ് മാരീഡ്, ഗെറ്റ് പെർമിഷൻ, ഗെറ്റ് എ ജോബ്, ഗെറ്റ് വാക്സിനേറ്റഡ്. ഇനി കീപ്പ് വെച്ചിട്ട് എഴുതാം കീപ് സേഫ്, കീപ് കാം, കീപ് ഇൻ ടച്ച്, കീപ് എ സീക്രറ്റ്. ഇനി നെക്സ്റ്റ് കം വെച്ചിട്ട് എഴുതാം കം ഓൺ ടൈം, കം ടു ആൻ എൻഡ്, കം ഫാസ്റ്റ്, കം ക്ലോസ് എന്നൊക്കെ എഴുതാം. ഇനി ഗോ ആണ്. ഗോ വെച്ചിട്ട് നമുക്ക് ഗോ അവേ, ഗോ ഓൺ, ഗോ ഷോപ്പിംഗ്, ഗോ ഫോർ എ നാപ്പ് എന്നൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, then read the following sentences. But he liked encouraging young players and he thought Ranji would make a good cricketer as good as India's famous players. അപ്പോൾ എന്താണ് ആക്ടിവിറ്റി 9 ആണ്. ഈ താഴെയുള്ള സെൻറ്റൻസ് വായിക്കുക. എന്താണ് മിസ്റ്റർ കുമാറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. യങ് പ്ലെയേഴ്സിനെ എൻകറേജ് ചെയ്യാൻ ഇഷ്ടമാണ്. മിസ്റ്റർ കുമാറിൻ്റെ വിചാരത്തിൽ എന്താ, രഞ്ജി ഒരു നല്ല ക്രിക്കറ്ററാണ്, നമ്മുടെ ഇന്ത്യൻ ഫേമസ് പ്ലെയേഴ്സിൻ്റെ പോലെ എന്നാണ്. Look at the expression as good as എന്നുള്ള എക്സ്പ്രഷൻ കൂട്ടുകാരൻ നോക്കുക. Let us combine the following sentences using as. അതെന്താണ്, നമുക്ക് ആസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന സെൻറ്റൻസസ് കമ്പൈൻ ചെയ്യണം. ഡൽഹി ഈസ് ക്രൗഡഡ്, മുംബൈ ഈസ് ക്രൗഡഡ്, എ ഫ്ലവർ ഗാർഡൻ ഈസ് റിഫ്രഷിംഗ്, എ കൂൾ ബ്രീസ് ഈസ് റിഫ്രഷിംഗ്, കേക്ക് ഈസ് ഡെലീഷ്യസ്, ചോക്ലേറ്റ് ഈസ് ഡെലീഷ്യസ്, ദ പസിൽ ഈസ് ട്രിക്കി, മൈ മാത്ത് ഹോംവർക്ക് ഈസ് ട്രിക്കി. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആസ് വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്ത് നോക്കാം. ഡൽഹി ഈസ് ക്രൗഡഡ് ആസ് മുംബൈ. ഇനി അടുത്തത് എങ്ങനെ എഴുതാം, എ ഫ്ലവർ ഗാർഡൻ ഈസ് ആസ് റിഫ്രഷിംഗ് ആസ് എ കൂൾ ബ്രീസ്. ഇനി കേക്ക് ഈസ് ആസ് ഡെലീഷ്യസ് ആസ് ചോക്ലേറ്റ്, ദിസ് പസിൽ ഈസ് ആസ് ട്രിക്കി ആസ് മൈ മാത്സ് ഹോംവർക്ക്. അപ്പോൾ നമ്മൾ രണ്ട് സെപ്പറേറ്റ് സെൻറ്റൻസസ് ഫുൾ സ്റ്റോപ്പ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് സെൻറ്റൻസസ് നമ്മൾ ആസ് വെച്ചിട്ട് എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു, ഒറ്റ സെൻറ്റൻസ് ആയിട്ട് എഴുതി. ഓക്കെ,
അപ്പോൾ ഇനി അടുത്തത് എന്താണ്? നോട്ട് ആസ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യാനുള്ള സെൻറ്റൻസസ് ആണ്. എ കാർ ഈസ് ഡാഷ് ആൻ എയറോപ്ലെയിൻ. അപ്പോൾ നമുക്കിത് നോട്ട് ആസ് വെച്ചിട്ട് കമ്പൈൻ ചെയ്യണം. എ കാർ ഈസ് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് എ എയറോപ്ലെയിൻ. ഇനി നെക്സ്റ്റ്, എ ചാറ്റ് ഈസ് ഡാഷ് എ പബ്ലിക് സ്പീച്ച്. ഫോർമൽ ബ്രാക്കറ്റിൽ വന്നിട്ടുണ്ട്. എ ചാറ്റ് ഈസ് നോട്ട് ആസ് ഫോർമൽ ആസ് എ പബ്ലിക് സ്പീച്ച്. ഇനി നെക്സ്റ്റ്, ഓട്ടം ഈസ് ഡാഷ് വിൻറ്റർ കോൾഡ്. അപ്പോൾ എന്താണ്? ഓട്ടം ഈസ് നോട്ട് as cold as winter. The moon is dash the sun. The moon is not as bright as the sun. അപ്പോൾ സിമ്പിളാണ്, ജസ്റ്റ് നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 10 ആണ്. Read the following conversation and pick out the expressions used to make suggestions. Write them in the box given below. അപ്പോൾ എന്താണ്? കുറച്ച് കോൺവേഴ്സേഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് പിക്ക് ചെയ്യാണ്. പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ യൂസ്ഡ് ടു മേക്ക് സജഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സജഷനായി പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻസ് പിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ബോക്സിൽ എഴുതുക. അനുഷ, ഹായ് എവ്രി വൺ, വി ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് വാട്ട് വി ക്യാൻ ഡു ഇൻ അവർ സ്കൂൾ സോഷ്യൽ സർവീസ് ക്ലബ് next year. Then Javel parayana, how about cleaning the park? Satya, good idea, we can remove all the trash. We shall also think of planting some trees. അപ്പോൾ എന്താണ്? സോഷ്യൽ സർവീസ് ക്ലബ്ബ് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പാർക്ക് ക്ലീൻ ആക്കിയാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ട്രാഷ് നമുക്ക് കളയാം, മാത്രമല്ല അവിടെ നമുക്ക് പുതിയ ട്രീസൊക്കെ പ്ലാന്റ് ചെയ്യാമെന്നും പറയുകയാണ്. ദെൻ അരുൺ പറയുന്നുണ്ട്, വാട്ട് അബൌട്ട് കണ്ടക്ടിങ് ആൻ അവയർനെസ് പ്രോഗ്രാം ഓൺ എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ചിട്ട് നമുക്കൊരു അവയർനെസ് പ്രോഗ്രാം ചെയ്താലോ. ദെൻ അനുഷ, ഐ തിങ്ക് ദാറ്റ് വിൽ മേക്ക് എ ഗുഡ് ഇമ്പാക്റ്റ്. അത് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് അനുഷ പറയാണ്. ദെൻ സത്യ, ഐ സജസ്റ്റ് മേക്കിംഗ് പോസ്റ്റേഴ്സ് ടു മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ ഡ്രഗ് അബ്യൂസിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പീപ്പിളിന്, ജനങ്ങൾക്ക് അതൊരു അവയർനെസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ദെൻ അനുഷ, വി ക്യാൻ പുട്ട് ദം അപ്പ് ഓൺ ദ സ്കൂൾ വാൾസ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്കൂൾ വാൾസിൽ പുട്ട് ചെയ്യാം. ദാറ്റ്സ് ഗുഡ് തോട്ട് സത്യ. അപ്പോൾ അരുൺ പറയാണ്, അത് നല്ലൊരു ആശയമാണ് സത്യ എന്ന് പറയാണ്. ഷാൾ വി കളക്ട് സം ബുക്സ് ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ് ഫോർ സ്റ്റുഡൻസ് ഹു നീഡ് ദം. എന്താണ്? ആവശ്യമുള്ള കുട്ടികൾക്ക് നമുക്ക് കുറച്ച് ബുക്കും ലേണിംഗ് മെറ്റീരിയൽസും കൊടുത്താലോ? ജുവൽ പറയാണത്. ദെൻ സത്യ, ദാറ്റ്സ് ഗുഡ് വേ ടു ഗെറ്റ് മോർ പീപ്പിൾ ഇൻവോൾവ്ഡ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ? ഒരുപാട് ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആവും. ദെൻ അനുഷ, ഗ്രേറ്റ്, ലെറ്റ്സ് വർക്ക് ടുഗെദർ ആൻഡ് ഡു വാട്ട് വി പ്ലാൻഡ്. നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്ത കാര്യം ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് വർക്ക് ടുഗെദർ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ളതും കൂടി എഴുതണം. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. കുറച്ച് സജഷൻസ് നമുക്ക് നോക്കാം. വാട്ട് അബൌട്ട് പ്രോംപ്റ്റിംഗ് റീയൂസബിൾ ലഞ്ച് ബോക്സ് ആൻഡ് വാട്ടർ ബോട്ടിൽ? മേ ഐ സജസ്റ്റ് ക്രിയേറ്റിംഗ് ആൻ എക്കോ ക്ലബ് ഫോർ സ്റ്റുഡൻസ്? ഷാൾ വി ഓർഗനൈസ് എ സ്കൂൾ ക്ലീൻ അപ്പ് ഡേ? വൈ നോട്ട് റീപ്ലേസ് ട്രഡീഷണൽ ബൾബ്സ് വിത്ത് LED ബൾബ്സ്? How about hosting a monthly environment awareness class? Why don't we install solar panels? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മുടെ ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.